ഈ പാറ്റേണുകൾ നമ്മളെ ചതിക്കും. ഞാൻ എന്താ പറഞ്ഞേ? പാറ്റേണുകൾ നമ്മളെ ചതിക്കും. പാറ്റേണുകൾ നമ്മളെ ചതിക്കും. അതെങ്ങനെയാ? അതായത് നമ്മൾ ചെയ്തു വന്നൊരു രീതിയുണ്ട്. ചെയ്തു വന്ന കൺവെൻഷൻ നടത്തിയ രീതി, ധ്യാനം നടത്തിയ രീതി, ശുശ്രൂഷ ചെയ്ത രീതി പാറ്റേണാണ്. പാറ്റേണുകൾ നമ്മളെ ചതിക്കും. ഞാൻ പറയുന്നത് ആവർത്തിക്കണം. ഇന്നലത്തെ തീ ഇന്നത്തെ ചാരമാണ്. ഇന്നലത്തെ തീ ഇന്നത്തെ ചാരമാണ്. പറഞ്ഞേ, ഇന്നലത്തെ തീ ഇന്നത്തെ ചാരമാണ്. ഇന്നലെയായിരുന്നത് തീ, ഇന്നലെയായിരുന്നത് തീ, ഇന്നതെന്താണ്? ഇന്നത് ചാരമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് തീ കത്തണമെങ്കിൽ ഇന്ന് അടുപ്പേൽ വിറക് വെച്ച് തീ കത്തിക്കണം. ഇന്നലത്തെ തീ കെട്ടുപോയി, ഇന്നത് ചാരമാണ്. അപ്പൊ എന്താ വെച്ചാല് ഈ പാറ്റേണ് നേരത്തെ ചെയ്ത പരിചയം, അനുഭവം, എക്സ്പീരിയൻസ്, പ്രൊഫഷണലിസം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയ ശുശ്രൂഷകളിൽ തീ കത്താത്തതിന്റെ ഒന്നാമത്തെ കാരണം എന്താണെന്നറിയാമോ? അനുഭവ പരിചയം. ചെയ്ത് നല്ല പരിചയമാണ്. അതുകൊണ്ട് എന്താണെന്നറിയാമോ? ഫ്രഷായിട്ട് ദൈവത്തെ കേൾക്കാൻ ശുശ്രൂഷകർ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുന്നവര് വളരെ വളരെ കുറവാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായോ? ചെയ്തു വന്നൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണുകൾ സക്സസ് ആയിരുന്നു. അടിച്ചപ്പോൾ വെള്ളം വരുമായിരുന്നു. പാറ്റേണുകൾ സക്സസ് ആണ്. ഇത് ചെയ്തു വന്നപ്പോൾ കുറച്ച് അനുഭവമൊക്കെ ഉണ്ടാവുന്നുണ്ട്, കുറച്ച് വിടുതലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? അത് മതിയെന്ന് വിചാരിച്ചു. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, പരിശുദ്ധാത്മാവ് ഓരോ കാലഘട്ടത്തിൽ ഇടപെടുന്നത് പുതിയ 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 വിധങ്ങളിലൂടെയാണ്. അതുകൊണ്ട് നമ്മളിത് ചെയ്തു വന്ന രീതികളിൽ നമ്മളിങ്ങനെ പരിചയിച്ച് ആ അനുഭവം, ആ പാറ്റേൺ ഇങ്ങനെ വെച്ച് നമ്മൾ അതിൽ നിന്ന് കർത്താവിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന പുതിയ വാതിലുകളിലേക്ക് തുറക്കപ്പെടാൻ നമ്മൾ തയ്യാറല്ല പലപ്പോഴും.